നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് സൂപ്പർ താരം ജാഡൻ സാൻജോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി അവസാനമായി കളിച്ചത്. പിന്നീട് യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗ് അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. അതായത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ എറിക് ടെൻ ഹാഗിനെ സാൻജോ പരസ്യമായി വിമർശിക്കുകയായിരുന്നു. ടെൻ ഹാഗ് ഇക്കാര്യത്തിൽ മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സാൻജോ അതിന് തയ്യാറായില്ല. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന് ടീമിലെ സ്ഥാനം നഷ്ടമായത്. പിന്നീട് തന്റെ മുൻ ക്ലബ്ബായ ബൊറൂസിയയിലേക്ക് അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ മടങ്ങി പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സാൻജോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ പ്രീ സീസൺ സൗഹൃദ മത്സരത്തിൽ യുണൈറ്റഡിനായി അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നത് എറിക് ടെൻ ഹാഗ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി സാൻജോ ക്ലബിൽ ക്ലിക്ക് ആവേണ്ടതുണ്ടെന്നും ടെൻ ഹാഗ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ നല്ല രൂപത്തിൽ സംസാരിച്ച് പരിഹരിച്ചിട്ടുണ്ട്. തെറ്റ് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. താരങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത് സംഭവിക്കുകയാണെങ്കിൽ നമ്മളൊരു ലൈൻ വരക്കും, എന്നിട്ട് മുന്നോട്ട് പോകും. ഈ ക്ലബിന് മികച്ച താരങ്ങളെ ആവശ്യമുണ്ട്. സാൻജോ ഒരു മികച്ച താരമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അദ്ദേഹം ക്ലിക്കാകുമെന്നും ടീമിന്റെ വിജയങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് എറിക് ടെൻ ഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജഡൻ സാൻജോ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തന്നെ തുടരും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ഫ്രഞ്ച് വമ്പന്മാരായ PSG ഈ ഒരു സൂപ്പർ താരത്തിൽ ഇപ്പോൾ വലിയ താല്പര്യമുണ്ട്. മികച്ച ഓഫർ PSG നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ കൈവിട്ടേക്കും. വലിയ തുക നൽകിക്കൊണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബൊറൂസിയയിൽ നിന്നും ഈ ഒരു ഇംഗ്ലീഷ് സൂപ്പർ താരത്തെ സ്വന്തമാക്കിയിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.